തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയതിൽ അന്വേഷണ സംഘം ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച നിർദ്ദേശം കന്റോൺമെന്റ് ACP DMOയ്ക്ക് നൽകിയിട്ടുമുണ്ട്. സുമയ്യയുടെ പരാതിയിലാണ് പോലീസ് നടപടി. ഗൈഡ് വയർ ഇടുന്നതിൽ താൻ വിദഗ്ധനല്ലെന്ന് ഡോക്ടർ രാജീവ് പോലീസിന് മൊഴി നൽകി. അനസ്തീഷ്യ വിഭാഗമാണ് ഗൈഡ് വയർ ഇടുന്നതെന്നും ഡോക്ടർ മൊഴി നൽകി. ഇതടക്കമുള്ള കാര്യങ്ങൾ പുതിയ മെഡിക്കൽ ബോർഡ് പരിശോധിക്കണമെന്നും പോലീസ് പറയുന്നു. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷിജോ, ഇപ്പോൾ ഈ ഡോക്ടർ ഈ അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിൽ താൻ വിദഗ്ധനല്ല എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? മാത്രമല്ല, ഈ ഗൈഡ് വയർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സുമയ്യ അനുഭവിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ നമുക്ക് സമാനമായൊരു കേസ് ഷിജോ ഓർമ്മ വരുന്നത് ഹർഷിനിയുടെ കേസാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. അത് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമുക്ക് മുമ്പിലുണ്ട്. എന്തായാലും ഹർഷിനിയുടെ ഈ സുമയ്യയുടെ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ താൻ വിദഗ്ധനല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്? എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത് ഷിജോ? ജിൽസി സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ മെഡിക്കൽ ബോർഡ് വിലയിരുത്തുകയും അക്കാര്യം സുമയ്യനെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ സുമയ്യയുടെ ആവശ്യപ്രകാരം ഈ ഗൈഡ് വയർ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എടുക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള ചില ചികിത്സകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ പോലും അത് എടുക്കാൻ കഴിയില്ല. കാരണം ഈ ഗൈഡ് വയറിന്റെ രണ്ടറ്റവും ശരീരഭാഗത്തോട് പൂർണ്ണമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് എടുക്കാൻ കഴിയില്ല. അത് എടുത്തു കഴിഞ്ഞാൽ സുമയ്യയുടെ ജീവന് തന്നെ അത് വലിയ ഭീഷണിയാണ് എന്നുള്ള കാര്യം സുമയ്യനെ ആരോഗ്യ സംഘം ഡോക്ടർമാര് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ആരോഗ്യ വകുപ്പ് നിയോഗിച്ച മെഡിക്കൽ ബോർഡിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് ACP ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഒരു നിർദ്ദേശം, ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് പ്രകാരം പോലീസ് ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. അതിനകത്ത് ആരോഗ്യ വകുപ്പ് നിയോഗിച്ച മെഡിക്കൽ ബോർഡിൽ സർക്കാർ അഭിഭാഷകനോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഉണ്ടാവുകയില്ല. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് ഈ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ അഭിഭാഷകൻ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന ആളുകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അലിഗേഷൻസും അന്വേഷിച്ച് ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിന് നൽകണം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കന്റോൺമെന്റ് ACP DMOയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ആരോഗ്യവകുപ്പ് നിയോഗിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഒരുപക്ഷെ പോലീസിന് സമർപ്പിച്ചാൽ പോലും അതിനും അപ്പുറത്തേക്ക് പ്രത്യേക മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടാണ് വേണ്ടത് എന്നുള്ള കാര്യം പോലീസ് ആവശ്യപ്പെടും. കാരണം എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ റിപ്പോർട്ട് വേണം എന്നുള്ള കാര്യം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കന്റോൺമെന്റ് ACP ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുമയ്യയുടെ പരാതിയിലാണ് ഇത്തരം അന്വേഷണം നടത്താൻ വേണ്ടി കൂടി പോലീസ് ആലോചിച്ചിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ ഇട്ട് ആരോപണ വിധേയനായിട്ടുള്ള ഡോക്ടർ രാജീവിന്റെ മൊഴി നേരത്തെ തന്നെ കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയതാണ്. അതിനകത്ത് ഡോക്ടർ രാജീവ് പറയുന്നത് താൻ ഈ ഗൈഡ് വയർ ഇടുന്നതിനകത്ത് അത്ര വിദഗ്ധനായിട്ടുള്ള ആളല്ല, താനല്ല ഈ ഗൈഡ് വയർ ഇട്ടത്, ആ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയത് താനാണ്, പക്ഷേ ഈ ഗൈഡ് വയർ ഇട്ടത് ഞാനല്ല എന്നുള്ള കാര്യമാണ് കന്റോൺമെന്റ് പോലീസിന് ഡോക്ടർ രാജീവ് നൽകിയ മൊഴി. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറയുന്നത് താൻ ഇതിനകത്ത് വിദഗ്ധനല്ല, മറ്റ് പല വിഭാഗങ്ങൾ നമുക്കറിയാം. പോലീസ് പറയുന്നത് ഈ അനസ്തേഷ്യ വിഭാഗം, മറ്റ് ചില വിഭാഗങ്ങൾ, അങ്ങനെ നമുക്കറിയാം ഈ ശരീരത്തിലേക്ക് വെയിൻ കിട്ടാതെ വരുമ്പോൾ, ഞരമ്പ് കിട്ടാതെ വരുമ്പോൾ പല സാഹചര്യത്തിലും ഗൈഡ് വയർ ഇടുന്ന ചില കാര്യങ്ങൾ നമ്മൾ പല ചികിത്സയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അനസ്തേഷ്യയൊക്കെ കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ നെർവ് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ഗൈഡ് വയർ ഇടുന്നത്. അപ്പോൾ ആ രീതിയിൽ അനസ്തേഷ്യ വിഭാഗമായിരിക്കാം ഇട്ടത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി പോലീസിന് ചില വിവരങ്ങളായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് സാധൂകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളോ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രത്യേക മെഡിക്കൽ ബോർഡ് അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ അത് ആജീവനാന്തകാലം അവിടെ തന്നെ ഇരിക്കും, അത് പുറത്തേക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതിനകത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് പോലീസ് ഇപ്പോൾ ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്ന് റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്.